ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് മയോണൈസ് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഈ KFC ചിക്കനും ഗ്രിൽ ചിക്കൻ, ഷവർമ അങ്ങനെയൊക്കെയുള്ള ചിക്കനോട് കൂടി നമുക്ക് വെളുത്തിട്ടൊരു സാധനം കിട്ടുന്നത്, അതാണ് ഈ മയോണൈസ്. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളെന്ന നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെയോ കൂട്ടുകൾ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 2 കോഴിമുട്ടയാണ് ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത്. ആ കോഴിമുട്ടയുടെ വെള്ളം മാത്രം മതി, മഞ്ഞ നമുക്ക് വേണ്ട. പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി കഷ്ണം, പിന്നെ നമുക്കൊരു ടീസ്പൂൺ പഞ്ചസാര, ഉപ്പ് നമുക്ക് പാകത്തിനുള്ളത്, പിന്നെ നമുക്കൊരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ വെള്ളം തന്നെയായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ ഈ ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് തൊണ്ടൊക്കെ മാറ്റി കൊടുക്കുക. അപ്പോൾ ചെറിയ ഓട്ടയിൽ കൂടെ നമുക്കിതിൻ്റെ വെള്ളം മാത്രമായിട്ട് ഇങ്ങനെ കിട്ടും. തൊലി വിഴാണ്ട് നോക്കിക്കോളാം. ആ വെള്ളം തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ മുട്ടയുടെ വെള്ളം നമ്മൾ ഇതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിൻ്റെ ഒക്കെ ചെറു പീസാക്കിയിട്ട് നുറുക്കിയിടാം. പിന്നെ നമുക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര, ഇതൊന്ന് മിക്സിയിലൊന്ന് അടിക്കാം. നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ നമ്മുടെ സ്പീഡ് കൂട്ടി അടിക്കണില്ല, അതല്ല വേണ്ടത്. നമ്മൾ ബാക്കിലോട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്, അതൊന്ന് പതുക്കെ വേണം നമുക്കത് അടിച്ചെടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കും. പഞ്ചസാര ഇട്ട് വെളുത്തുള്ളി ഇട്ട് മുട്ടയുടെ വെള്ളം കൂടി അടിച്ച് ഇപ്പോൾ ഇത് പാല് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉപ്പ് പാകത്തിനുള്ള ഇട്ട് കൊടുക്കാം. അധികം ഉപ്പ് വേണ്ട, ഇത് നുള്ളു മതി. അതുപോലെ നമുക്ക് ചെറുനാരങ്ങയുടെ നീര് അത് മതി. ചെറിയൊരു പുളിയും ഇത് കിട്ടും. ഇനി ഒന്നുകൂടി നമുക്കിതൊന്ന് ഇതേപോലെ തന്നെ ബാക്കിലോട്ട് 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിൽ ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചിട്ട് നമുക്ക് ഇനി ഇത് കട്ടയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ പകുതി ഒഴിച്ചിട്ടൊന്ന് ഇതേപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്കിത് കട്ടയായിട്ടില്ല, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇത് ഒഴിച്ചു കൊടുക്കണം. നമ്മളിത് കട്ടയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നമ്മളിതിൽ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ പതുക്കെ അടിക്കുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരും കേട്ടോ. അതുവരെ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മയോണൈസ് നന്നായിട്ട് ശരിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് ബൈ.